കുട്ടനാടൻ കായലിലെ ചുറ്റുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. നമ്മളിപ്പോ പുന്നമട കായലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു വേൾഡ് വിഷൻ. നമ്മൾ ഇന്ന് പോകുന്നത് ആലപ്പുഴയിലോട്ടുള്ള ബോട്ട് യാത്രയാണ്. നമ്മൾ കോട്ടയത്തോട്ട് യൂഷ്വലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നിയറസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ, കുമരകം പോലത്തെ സ്ഥലങ്ങളാണ്. ആൻഡ് യൂഷ്വലി നമ്മൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബസ്, ടാക്സി പോലത്തെ ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രീംലി ചീപ്പായിട്ട് എന്നാൽ അത്രയും തന്നെ പേർക്സ് ഉള്ള ഒരു അടിപൊളി യാത്രയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കോടിമത ബോട്ട് ജെട്ടിയിലെ ഒരു ബോട്ടിലാണ്. ഇവിടെ 30 റുപ്പീസിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പർ കുട്ടനാടിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് നമുക്ക് അടിപൊളി റൈഡ് കിട്ടും. സോ ലെറ്റ്സ് ഗോ ഇൻടു. നമ്മൾ ഓൺ ദ വേ നമുക്ക് ഒരുപാട് പാലങ്ങൾ കാണാൻ പറ്റും. പാലം എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് പോകാനുള്ള സംഭവം തന്നെ. പക്ഷേ അവരെ ആക്ച്വലി ഇവിടെ ബോട്ട് വരുന്ന സമയത്ത് അവരത് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ബോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരും. നമ്മൾ ഈ സമയത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് കക്ക വരുന്നതാണ്. ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഒരുപാട് ആൾക്കാർ കക്ക വരുന്നുണ്ട്. ഇത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. കുട്ടനാടൻ കായലിലെ ചുറ്റുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമട്ടി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പം പഴം കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ തഞ്ചത്തിന് വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദൈ.
നമ്മളിപ്പോൾ പുന്നമട കായലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ലോക പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നമ്മളിപ്പോൾ രാജപുരം ഷാപ്പിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ 2 മണിക്കൂർ ബോട്ടിൽ ട്രാവൽ ചെയ്ത്, ബിക്കോസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തെ പറ്റി. ഇവരുടെ ഫുഡാണെങ്കിലും ഇവരുടെ കള്ളാണെങ്കിലും എല്ലാം അടിപൊളിയാണെന്നാണ് നമുക്ക് ഇതിനെപ്പറ്റി റിവ്യൂസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം നമ്മൾ ബോട്ട് പിടിച്ച് വന്നിരിക്കുകയാണ്. സോ നമുക്ക് ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. ഓക്കെ, സോ ദിസ് ഇസ് മനീഷ് ചേട്ടൻ. മനീഷ് ചേട്ടനാണ് രാജപുരം ഷാപ്പിൻ്റെ ഓണർ. സോ ചേട്ടൻ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ചേട്ടാ, ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ളതെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ സെയിം റൂട്ടാണോ? ബിക്കോസ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അത്രയും ലോങ് റൂട്ട് എടുത്തത്. അതല്ലേ, വരാൻ വേണ്ടി ഹൈവേന്ന് കയറി വരാം. ഹൈവേന്ന് 18 കിലോമീറ്ററും MC റോഡിൽ നിന്ന് 12 കിലോമീറ്ററും. 12 കിലോമീറ്റർ ഹൈവേന്ന് വരുമ്പോഴും എല്ലാവരും വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് വിടും അല്ലേ? വണ്ടി വിടും, അക്കരയ്ക്ക് വിടും. അപ്പോൾ അവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ നേരത്തെ വിളിച്ചാൽ മതി, ഇവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇവർ ഇവിടുന്ന് തന്നെ വള്ളം വിട്ടിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും എളുപ്പമാക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞങ്ങൾ എന്നാൽ അകത്തെ കാഴ്ചയിലോട്ട് കയറുന്നേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവരുടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് രാജപുരം ഷാപ്പിലെ ഒരു ഡെലിഷ്യസ് പ്ലാറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഒരുപാട് ഡിഷസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റംസ്. എനിക്ക് തോന്നുന്നത് കാണാൻ തന്നെ എന്നെ രസമല്ലേ. അപ്പോൾ നമ്മൾ രാജപുരം ഷാപ്പിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഇത്രയും ഡിഫിക്കൽട്ടാണ് ഈ ഏരിയയിലോട്ട് വരാൻ. പക്ഷേ എന്നാൽ പോലും അറിഞ്ഞു കേട്ട് ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഫുഡിൻ്റെ പ്രത്യേകത തന്നെയായിരിക്കും അത്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ഷാപ്പിനെ പറ്റി കേട്ട് എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്? അത് ലാസ്റ്റ് ഞാൻ വെളിയിലാണ് വർക്ക് ചെയ്തത്. ലാസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഈ ലൊക്കേഷൻ, ഇതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ലതാണ്. ഞങ്ങളുടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഫൗണ്ട് സംബഡി ഹു ഫെൽ ഇൻ ലവ് വിത്ത് ആലപ്പി. ആൻഡ് ലെറ്റ്സ് ആസ്ക് ഹർ അബൌട്ട് ഹർ എക്സ്പീരിയൻസ്. Yeah, it's true. I do love Alapi. It's my 3rd visit. And each time I'm quite happy to just meander around and just kind of take boats and just get a little bit lost. Like today I actually got lost on a village walk. Yeah, and it's quite for you to see. Like, so I've traveled many places in the world. I've been to Venice. I've been to Little Venice in London. I've been to Fort Lauderdale in Florida. I've been to Cambodia. So I like in the first world countries, like you see, you have water canals and all the beauty, but it's very polished and sophisticated. വെള്ളവും മണ്ണും ഷാപ്പും ബോട്ടും ഒക്കെ ആയിട്ട് ആലപ്പുഴ അതിമനോഹരിയാണ്. So don't forget to add Alappuzha to your bucket list while we keep bringing more to your plate. So until next time, bye.